ഇപ്പം നമ്മുടെ ഒരു ഡോക്ടേഴ്സിൻ്റെ ഇടയിൽ തന്നെ പറയാറുണ്ട് ഈ വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ അതൊരു കൊഴുപ്പുണ്ടാകുന്നു, ബ്ലോക്ക് ഉണ്ടാകുന്നു, സാച്ചുറേറ്റഡ് ഫാറ്റാണ് ഈ രീതി പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ അത് ശുദ്ധ അസംബന്ധമാണ്. കാരണം എന്ന് വെച്ചാൽ കൊളസ്ട്രോളും അല്ലെങ്കിൽ ബ്ലോക്കും ഈ കാര്യങ്ങളെല്ലാം അമിതമായിട്ട് ഈ ചോറ് കഴിക്കുന്നവർക്കും വറുത്ത് കോരി എടുക്കുന്നവർക്കുള്ളതാണ്. പക്ഷെ വെളിച്ചെണ്ണ എന്ന് പറയുന്നത് ഒരിക്കലും ഡേഞ്ചറസ് അല്ല. വെളിച്ചെണ്ണയെക്കാട്ടിലും ഡേഞ്ചറസ് ആയിട്ട് വരുന്നത് സൺഫ്ലവർ ഓയിൽ, പാം ഓയിൽ, ഈ പറയുന്ന റൈസ് ബ്രാൻ ഓയിൽ നല്ലതാണ്. പക്ഷെ നമ്മൾക്ക് കിട്ടുന്ന റൈസ് ബ്രാൻ ഓയിൽ ആണോ എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. സൺഫ്ലവർ ഓയിൽ ഇതൊക്കെ എന്ന് പറയുന്നത് ഹൈലി omega-6 എന്ന് പറയുന്നതാണ്. omega-6, omega-3, omega-9 എന്ന് പറഞ്ഞുകൊണ്ട് omega-6 എന്ന് പറയുന്ന ഹൈലി ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നതാണ്. ഈ സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ച സാധനങ്ങളും പാം ഓയിൽ ഉപയോഗിച്ച സാധനങ്ങളും കൂടുതലായിട്ട് കഴിക്കുന്നതനുസരിച്ച് നമുക്ക് ഈ പറയുന്ന പല രീതിയിലുള്ള ക്യാൻസർ പോലത്തെ ബുദ്ധിമുട്ടുകൾ വരും, ബ്ലോക്കുകൾ ഉണ്ടാകും, സ്കിൻ പ്രശ്നങ്ങൾ തുടങ്ങും, അസിഡിറ്റി റിലേറ്റഡ് ആയിട്ട് ബുദ്ധിമുട്ടുകൾ തുടങ്ങും, പല രീതിയിലുള്ള പ്രശ്നങ്ങൾ തുടങ്ങാൻ അങ്ങനെയാണ്. പക്ഷേ ഏറ്റവും സേഫ്, ഏറ്റവും നല്ലതെന്ന് പറയുന്നത് വെളിച്ചെണ്ണയാണ്. പക്ഷേ വെളിച്ചെണ്ണയെ നമ്മൾ മോശമായിട്ട് കാണിച്ചെങ്കിൽ മാത്രമേ മറ്റ് എണ്ണകൾ മാർക്കറ്റ് കിട്ടത്തുള്ളൂ. അതേപോലെ തന്നെ വെളിച്ചെണ്ണ ശരിക്കും പറഞ്ഞാൽ ഒരു ടീസ്പൂൺ രാത്രി കഴിച്ചിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മോഷൻ ക്ലിയർ ആകും, രക്തക്കുഴലുകൾക്ക് സ്ട്രെങ്ത് കിട്ടും, അതേപോലെ ബ്ലഡിൻ്റെ കട്ടി കുറയും, ബ്ലോക്കുകൾ വരാതിരിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യും. അപ്പം ഏറ്റവും നല്ലൊരു സാധനമാണ് എണ്ണയാണ് വെളിച്ചെണ്ണ. പക്ഷേ പറഞ്ഞ് അതിനെ വളരെ മോശമായിട്ടാക്കണം. വെളിച്ചെണ്ണ ഒലിവ് ഓയിലുമാണ് കമ്പാരിറ്റീവ്ലി ബെറ്റർ മറ്റെല്ലാ എണ്ണകളെക്കാട്ടിലും. അതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ എന്തായാലും മറ്റെണ്ണകൾ ഉപയോഗിക്കത്തില്ല. ഈ 2 എണ്ണകൾ മാത്രമേ ഞാൻ